സുരക്ഷാ പരിശോധനയിൽ നിർണായക മുന്നേറ്റവുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. കാർ സുരക്ഷാ പരിശോധനയ്ക്കുള്ള രാജ്യാന്തര മാനദണ്ഡമായ യൂറോ റീക്യാപ്പ് 2026 ഫാസ്റ്റ് സ്ലഡ് ടെസ്റ്റ് ഇനി പൂനെയിലെ ARAI കേന്ദ്രത്തിലും നടത്താനാകും. ഇതോടെ യൂറോപ്പിന് പുറത്ത് ഈ ആധുനിക പരിശോധന സൗകര്യമുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും മാറി. ഇന്ത്യൻ വിപണിയിലും രാജ്യാന്തര വിപണിയിലും പുത്തൻ കാറുകൾ പുറത്തിറങ്ങുന്ന കമ്പനികൾക്ക് ഇത് വലിയ മുൻതൂക്കം നൽകും. നേരത്തെ ഇത്തരം സുരക്ഷാ പരിശോധനകൾക്കായി കോടികൾ ചെലവഴിച്ച് വാഹനങ്ങൾ വിദേശത്തേക്ക് അയക്കണമായിരുന്നു. ഇനി മുതൽ ഈ പരിശോധനകൾ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിൽ തന്നെ ചെയ്യാവുന്നതാണ്. വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് കൂടുതൽ തവണ സുരക്ഷാ പരിശോധനകൾ നടത്താനും എഞ്ചിനീയർമാരെ ഇത് സഹായിക്കും. കാറുകളുടെ സുരക്ഷാ സൗകര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശാലമായ ധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. കാറിനെ മുഴുവനായും ഇടിച്ചു തകർക്കാതെ അപകടത്തിന്റെ തീവ്രതയെ അളക്കുന്ന മാർഗമാണ് സ്ലഡ് ടെസ്റ്റ്. പ്രത്യേക പ്ലാറ്റ്ഫോമിൽ കാറിന്റെ സീറ്റ്, എയർ ബാഗ് തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഘടിപ്പിച്ച ശേഷമാണ് പരീക്ഷണം നടത്തുന്നത്. പിന്നീട് യഥാർത്ഥ അപകടങ്ങളിൽ ഉണ്ടാകുന്ന ആഘാതവും വേഗതയും എല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചാണ് പരീക്ഷണം നടത്തുക. അപകട സമയത്ത് സുരക്ഷാ ഫീച്ചറുകൾ എങ്ങനെ യാത്രക്കാരെ സംരക്ഷിക്കുന്നു എന്നതാണ് ഈ പരീക്ഷണത്തിലൂടെ അറിയാനാവുക. അപകട സമയത്ത് സുരക്ഷാ ഫീച്ചറുകൾ എങ്ങനെ യാത്രക്കാരെ സംരക്ഷിക്കുന്നു എന്നതാണ് ഈ പരീക്ഷണങ്ങളിലൂടെ അറിയാനാവുക. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഇടികളും ഡ്രൈവർ ഇരിക്കുന്നതിന് എതിർവശത്തു നിന്നുണ്ടാകുന്ന ശക്തമായ ആഘാതങ്ങളും യൂറോ എൻകം പ്രധാനമായും ആശ്രയിക്കുന്നതിന് ഇത്തരം സ്ലഡ് ടെസ്റ്റുകളെയാണ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഔദ്യോഗിക ലോഞ്ചിങ്ങിന് മുന്നോടിയായി പുത്തൻ ഹോണ്ട സിറ്റി ഫേസ് ലിഫ്റ്റിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. വരും ദിവസങ്ങളിൽ വിപണിയിൽ എത്താനിരിക്കുന്ന സെഡാന്റെ മുൻഭാഗത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഓൺലൈനിൽ തരംഗമാകുന്നത്. മെയ് 22-നാണ് ഹോണ്ട ഈ പുത്തൻ മോഡൽ ഔദ്യോഗികമായി വിപണിയിൽ അവതരിപ്പിക്കുന്നത്. കൂടുതൽ ഷാർപ്പായ ലുക്കിലുള്ള LED ഹെഡ്ലാമ്പുകളാണ് പുതിയ പതിപ്പിന്റെ പ്രധാന ആകർഷണം. ഹണികോം പാറ്റേണുള്ള പുതിയ ഗ്രിൽ ഡിസൈനും ഇരുവശങ്ങളിലും പുതിയ എയർ ഇൻലെറ്റുകളോടും റീസ്റ്റൈൽ ചെയ്ത ബമ്പറും കാറിന് സ്റ്റൈലിഷ് ലുക്കാണ് നൽകുന്നത്. ഇതോടൊപ്പമുള്ള ഹോണ്ട ബാഡ്ജിങ്ങും പുതുക്കിയ എയർ ഡാമും മുൻവശത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. കാറിന്റെ വശങ്ങളിലേക്ക് നോക്കിയാൽ തികച്ചും പുതിയ ഡിസൈനിലുള്ള ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ് ഹോണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വാഹനത്തിന്റെ പ്രീമിയം ലുക്ക് വർദ്ധിപ്പിക്കുന്നു. വിഷ്വൽ മാറ്റങ്ങൾ പുറമേ മാത്രമല്ല, കാറിന്റെ ഉൾവശത്തുമുണ്ട്. നിലവിലുള്ള 8 ഇഞ്ച് ഡിസ്പ്ലേക്ക് പകരം വലിയൊരു ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഡാഷ്ബോർഡിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ വലിയ മാറ്റം വരുത്തുമെന്നാണ് സൂചന. യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നതിനായി പവേർഡ് ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, കൂടുതൽ സുരക്ഷയ്ക്കായി 360-ഡിഗ്രി ക്യാമറ തുടങ്ങിയ ആധുനിക സവിശേഷതകളും ഹോണ്ട പുതിയ സിറ്റിയിൽ അവതരിപ്പിച്ചേക്കും. കൂടാതെ പ്രീമിയം ലുക്ക് നൽകുന്ന പുതിയ ട്രീം പീസുകളും അപ്പോസ്റ്ററിയും ഉൾപ്പെടെയുള്ള വിപുലമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. കാറിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ നിലവിലെ പതിപ്പുകളിലെ പവർ ട്രെയിനുകൾ തന്നെയാണ് പുതിയ ഫേസ് ലിഫ്റ്റിലും പ്രതീക്ഷിക്കുന്നത്. 121 HP കരുത്തും 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഇതിലും തുടരും. ഇതിൽ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ലഭ്യമാകും. കൂടുതൽ ഇന്ധനക്ഷമത ആഗ്രഹിക്കുന്നവർക്കായി 126 HP കരുത്തുള്ള HEV ഹൈബ്രിഡ് പതിപ്പും ഇതിനോടൊപ്പം ഈ CVT ട്രാൻസ്മിഷനും ഹോണ്ട ഇതേപടി നിലനിർത്തും. നിലവിലെ മോഡലിന് 12 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത്. എന്നാൽ പുതിയ മാറ്റങ്ങൾ എത്തുന്ന ഫേസ് ലിഫ്റ്റ് പതിപ്പിന് ഇതിനേക്കാൾ അല്പം ഉയർന്ന വില പ്രതീക്ഷിക്കാം. വിപണിയിൽ എത്തുമ്പോൾ ഹുണ്ടായ് വെർണ, സ്കോഡ സ്ലാവിയ, വോക്സ്വാഗൻ വെർച്ചസ് തുടങ്ങിയ പ്രമുഖരുമായാവും പുത്തൻ ഹോണ്ട സിറ്റി ഏറ്റുമുട്ടുക.